ഐ നോ ഐ എം വെരി ഗുഡ് അറ്റ് കോമഡി. എഴുതാനും സംവിധാനം ചെയ്യാനും കോമഡി എൻ്റെ അപ്പർ ഹാൻഡാന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ സിനിമ കോമഡി ചെയ്തേ പറ്റൂ ഞാൻ തീരുമാനം എടുത്തു. അങ്ങനെ ഇരുന്നിട്ടാണ് യൂട്യൂബ് ഫോട്ടോസ് ഇരുന്നിട്ട് ഞാൻ വെച്ചിരുന്ന് അലക്കി എഴുതി തീർത്തത്. എനിക്കത് എഴുതാൻ വേണ്ടി തന്നെ ഞാൻ 2-3 മാസം എടുത്തു. എനിക്ക് ഡബിൾ ഷുവർ ആക്കാൻ വേണ്ടി ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് RJ ആയിരുന്ന മാത്തുക്കുട്ടി, ഇന്ന് അവൻ സംവിധായകനാണ്. അപ്പോൾ മാത്തുവിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ എൻ്റെ ഡയലോഗ്സിൻ്റെ പുറത്ത് നീ നിൻ്റെ ഹ്യൂമർ ഡയലോഗ്സ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് ഞാൻ എക്സ്ട്രാ ഡയലോഗ്സ് ഞാൻ എഴുതിപ്പിച്ച് എന്നിട്ട് അവസാനം ഞാൻ ഫൈൻ ട്യൂൺ ചെയ്ത് സ്ക്രിപ്റ്റ് ബൗണ്ടാക്കി. പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഇപ്പോൾ ശ്രീനേട്ടനും അന്ന് ആദ്യം ആസിഫ് ഉണ്ടായിരുന്നില്ല. അത് ശ്രീനേട്ടൻ, ടൊവിനോ, അനുമോഹൻ, സുദീപ് കോപ്പ, ഈ ഇത്ര അഹമ്മദ് സിദ്ദീഖ്. കോമഡി റേസ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ടോവിനോയുടെ ഫിലിംഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഫണ്ണായിട്ട് ഒരു അല്ലെ ക്യാരക്ടർ ചെയ്തുള്ള നിൽക്കുന്നത് യൂട്യൂബ് റൂട്ടസിലാണ്. അതിൻ്റെ കഥകൾ കുറേ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റിനെ വെച്ചിട്ട് അന്ന് ഞാൻ പറയട്ടെ, യൂട്യൂബ് റൂട്ടസ് 1.5 കോടിക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചിട്ട് 1.5 കോടി തന്നെ ബഡ്ജറ്റ് ഇട്ടിട്ട് ഞാൻ ഒരു പ്രൊഡ്യൂസർമാരും റെഡി ആയിരുന്നില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ. എല്ലാവർക്കും പേടി, സ്റ്റാർ കാസ്റ്റ് ഇല്ല. അന്ന് ടോവിനോ ഒന്ന് ജസ്റ്റ് എന്താ പറയുക ABCD കഴിഞ്ഞു, 7th Day കഴിഞ്ഞു എന്നല്ലാതെ അന്ന് വലിയ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എല്ലാവരും എന്നോട് ഇങ്ങനെ പേര് പറയാൻ പറ്റില്ല, മലയാള സിനിമയിലത്തെ ഇപ്പോൾ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറുണ്ട്. ഇപ്പോഴും കത്തി നിൽക്കുക. അവർ ഭയങ്കര പ്രൊഡ്യൂസർമാർ, കോർപ്പറേറ്റ്.